സോളാർ വിഷയത്തിൽ വലിയ പ്രതിഷേധമാണ് സഭയിൽ ഉയർന്നത്. കമ്മീഷനെ നിർവീര്യമാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. സഭയിൽ പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് പ്രതിഷേധവുമായി ഇറങ്ങിയ സാഹചര്യത്തിൽ സഭ താൽക്കാലികമായി നിർത്തിവെച്ചു. വിവരങ്ങളുമായി സുനിൽ ചേർന്നുണ്ട്. സുനിൽ, സഭയിൽ നിന്നുള്ള വിവരങ്ങൾ. സൗമ്യ, സോളാർ കമ്മീഷനെ അട്ടിമറിക്കാനും സോളാർ കമ്മീഷനെ അധിക്ഷേപിക്കാനുമാണ് മന്ത്രി ഷിബു ബേബി ജോണും മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ആര്യാട് മുഹമ്മദിന്റെ അഭിഭാഷകരും ഒക്കെ ശ്രമിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി മാത്യു ടി തോമസ് ആണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ സോളാർ കമ്മീഷന്റെ വിഷയം, അതായത് ജുഡീഷ്യൽ കമ്മീഷനെ പരാമർശിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ സഭാ നടപടികൾ അനുസരിച്ച് ചർച്ച ചെയ്യാൻ പാടില്ല എന്നും സഭയുടെ ചട്ടങ്ങൾ അത് അനുശാസിക്കുന്നില്ല എന്നും സ്പീക്കർ ചൂണ്ടിക്കാട്ടി. ഈ സാഹചര്യത്തിൽ മാത്യു ടി തോമസ് വീണ്ടും പറഞ്ഞത് ഇത് സോളാർ കമ്മീഷനെ കുറിച്ചുള്ള പരാമർശം സോളാർ കമ്മീഷനെ അധിക്ഷേപിക്കുകയും സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്ന പ്രസ്താവന നടത്തിയത് ഷിബു ബേബി ജോണാണ്. മന്ത്രിയുടെ ആ പ്രസ്താവന സംബന്ധിച്ചാണ് സഭാ നടപടികൾ നടത്തിവെച്ച ചർച്ച വേണമെന്ന് നോട്ടീസ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ചർച്ച അനുവദിക്കാം എന്നാണ് മാത്യു ടി തോമസ് പറഞ്ഞത്. പക്ഷേ വീണ്ടും സ്പീക്കർ പറഞ്ഞത് ഇത് സഭാ നടപടികൾക്ക് വിരുദ്ധമാണ്, ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. സോളാർ കമ്മീഷനെ ഏതെങ്കിലും തരത്തിൽ വിമർശിക്കുകയോ സമ്മർദ്ദത്തിലാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന് നടപടിയെടുക്കാനുള്ള അധികാരം സോളാർ കമ്മീഷനുണ്ട്. അത്തരത്തിലുള്ള നടപടികളുമായി സോളാർ കമ്മീഷൻ തന്നെ മുന്നോട്ട് പോകും. അതുകൊണ്ട് ഈ വിഷയം സഭാ നടപടികൾ നിർത്തി ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അനുമതി നിഷേധിച്ചത്. തുടർന്ന് പ്രതിപക്ഷങ്ങൾ സഭയിൽ മുദ്രാവാക്യം വിളികളുമായി നടുത്തളത്തിലിറങ്ങി ബഹളം വയ്ക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ തന്നെ സഭയുടെ അടുത്ത നടപടികളിലേക്ക് കടക്കുകയും ശ്രദ്ധ ക്ഷണിക്കലിന് വേണ്ടി അംഗത്തെ ക്ഷണിക്കുകയും സ്പീക്കർ ചെയ്തു. പക്ഷേ പ്രതിപക്ഷം ശക്തമായിട്ടുള്ള മുദ്രാവാക്യം വിളികൾ തുടർന്ന ഒരു സാഹചര്യത്തിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് സഭ അല്പസമയത്തേക്ക് നിർത്തിവെക്കുകയാണെന്ന് സ്പീക്കർ അറിയിച്ച് സഭ നിർത്തിവെച്ചിരിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുമായും ഭരണപക്ഷിയിലെ മറ്റ് ഘടകകക്ഷി സഭാ നേതാക്കളുമായി ഇപ്പോൾ സ്പീക്കർ ചേംബറിൽ ചർച്ച നടത്തുകയാണ്. അതിനുശേഷമായിരിക്കും സഭ വീണ്ടും ആരംഭിക്കുക. ഏത് തരത്തിലായിരിക്കണം സഭയിൽ ഇനി പ്രതിപക്ഷം പ്രതിഷേധവുമായി വന്നു കഴിഞ്ഞാൽ ഏത് തരത്തിൽ സഭാ നടപടികൾ നിയന്ത്രിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സ്പീക്കർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സോളാർ കമ്മീഷൻ വിഷയത്തിൽ കമ്മീഷനെ അട്ടിമറിക്കുകയും കമ്മീഷനെ അധിക്ഷേപിക്കുകയും മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ അഭിഭാഷകരെ ഉപയോഗിച്ചും അധിക്ഷേപിക്കുന്ന നടപടി ശരിയായതല്ല എന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. സുനിൽ അരുമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. വലിയ പ്രതിഷേധമാണ് സഭയിൽ ഉയർന്നത്. ഈ സാഹചര്യത്തിൽ താൽക്കാലികമായി സഭ നിർത്തിവച്ചിരിക്കുകയാണ്. ബാർക്കോഴ കേസിൽ കെ.എം. മാണിയെ വെള്ളപൂശി വിജിലൻസ് സമർപ്പിച്ച അന്തിമ റിപ്പോർട്ട് കോടതി ഇന്ന് പരിഗണിക്കും. വിജിലൻസ് കോടതി നിർദ്ദേശപ്രകാരം വിജിലൻസ് SP R. സുകേശൻ സമർപ്പിച്ച തുടരന്വേഷണ റിപ്പോർട്ടാണ് തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതി പരിഗണിക്കുന്നത്. ബാർക്കോഴ കേസിൽ തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതി ജഡ്ജിയുടെ ഉത്തരവ് പ്രകാരം തുടരന്വേഷണം നടത്തിയാണ് ജനുവരി 13-ന് വിജിലൻസ് SP R. സുകേശൻ കോടതിയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചത്. കേസിൽ മുൻമന്ത്രി കെ.എം. മാണിയെ വെള്ളപൂശുന്ന ഈ റിപ്പോർട്ടാണ് കോടതി ഇന്ന് പരിഗണിക്കുക. കോഴ വാങ്ങിയെന്ന പരാതി നിലനിൽക്കത്തക്ക തെളിവ് ലഭിക്കാത്തതിനാൽ കേസ് അവസാനിപ്പിക്കണമെന്നാണ് റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. നേരത്തെ വിജിലൻസ് സമർപ്പിച്ച സമാനമായ റിപ്പോർട്ട് തള്ളി ഒക്ടോബർ 29-നാണ് ജഡ്ജി ജോൺ കെ ഇല്ലിക്കാടൻ തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വസ്തുതാന്വേഷണ റിപ്പോർട്ടും കേസ് ഡയറിയും പരിശോധിച്ച കോടതി മാണി കോഴ വാങ്ങിയതിന് പ്രഥമദൃഷ്ട്യാ തെളിവുള്ളതായും പറഞ്ഞിരുന്നു. കൂടാതെ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നിഗമനങ്ങൾക്ക് പകരം വിജിലൻസ് ഡയറക്ടറുടെ നിഗമനങ്ങൾ കുത്തിനിറച്ചതായും കോടതി കുറ്റപ്പെടുത്തി. അതിനുശേഷം R. സുകേശിനെ കോടതി തന്നെ അന്വേഷണത്തിന് നേരിട്ട് ചുമതലപ്പെടുത്തുകയായിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ സത്യസന്ധമായ അന്വേഷണം നടത്തിയ SP R. സുകേശൻ തുടരന്വേഷണത്തിൽ മലക്കം പറഞ്ഞു. മാണി കോഴ വാങ്ങിയതിന് ഒരു തെളിവുമില്ലെന്ന് പറഞ്ഞ R. സുകേശൻ തന്റെ മുൻ നിഗമനങ്ങളും തള്ളി. കേസിൽ വിശദമായ റിപ്പോർട്ടും കേസ് ഡയറിയും ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അന്തിമ റിപ്പോർട്ട് പരിഗണിക്കുന്ന കോടതിയുടെ പുതിയ ഉത്തരവ് K.M. മാണിക്ക് നിർണായകമായിരിക്കും. അതേസമയം കേസിൽ കക്ഷി ചേർന്ന പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ, LDF കൺവീനർ വൈക്കം വിശ്വൻ, VS സുനിൽകുമാർ MLA തുടങ്ങിയവർ റിപ്പോർട്ടിലുള്ള എതിർപ്പ് രേഖാമൂലം കോടതിയെ അറിയിക്കും. പരാതിക്കാരുടെ വാദം കൂടി കേട്ട ശേഷമാകും R. സുകേശൻ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ട് തള്ളണമോ അതോ വീണ്ടും അന്വേഷിക്കണമോ എന്ന് കോടതി തീരുമാനിക്കുക. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സിയാച്ചിനിൽ ഹിമപാതത്തിൽപ്പെട്ട മരിച്ച സുധീഷിൻ്റെ മൃതദേഹം ഇപ്പോൾ സംസ്കരിക്കുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്ക്.
സിയാച്ചിനിൽ ഹിമപാതത്തിൽ മരിച്ച ലാൻസ് നായിക് ബി സുധീഷിന്റെ മൃതദേഹം മൺട്രോത്തുരുത്തിൽ അദ്ദേഹത്തിന്റെ വസതിയുടെ സമീപം സംസ്കരിക്കുകയാണ്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം നടക്കുന്നത്. ഹെഡ്ലിയുടെ മൊഴിക്കെതിരെ ഗുജറാത്ത് മുൻ DGP RB ശ്രീകുമാർ. ഇസ്ര ജഹാൻ സംഭവം വ്യാജ ഏറ്റുമുട്ടൽ തന്നെ. ഹെഡ്ലിയുടെ മൊഴി BJPയുടെ നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കാൻ. ഹെഡ്ലി ഇന്ത്യയുടെയും അമേരിക്കയുടെയും ഡബിൾ ഏജന്റാണെന്നും RB ശ്രീകുമാർ പീപ്പിൾ TVയോട് പറഞ്ഞു. BJPക്ക് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുന്ന തരത്തിൽ കൊല്ലപ്പെട്ട ആ സ്ത്രീയെയും മലയാളിയായ പ്രാണേഷ് കുമാർ പിള്ളയെ പറ്റിയും ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ ഇദ്ദേഹം പറഞ്ഞത് എൻ്റെ അനുഭവത്തിൽ വെച്ച് മനസ്സിലാക്കിയിടത്തോളം ഇത് അമേരിക്കൻ ഗവൺമെൻറ്റും ഇന്ത്യൻ ഗവൺമെൻറ്റും ചേർന്നുള്ള ഒരു ഓപ്പറേഷനാണ്. കാരണം ഈ ഹെഡ്ലി ഒരുപക്ഷെ ഒരു ഡബിൾ ഏജൻ്റ് ആയിരിക്കാം. CPIM പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് ആരംഭിക്കും. നിലവിലെ ദേശീയ സംസ്ഥാന രാഷ്ട്രീയ വിഷയങ്ങൾ യോഗം വിലയിരുത്തും. നാളെയും മറ്റന്നാളും കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളും ചേരുന്നുണ്ട്. വർഗീയ രാഷ്ട്രീയത്തിന്റെ കലുഷിതമായ അന്തരീക്ഷത്തിലാണ് CPIM പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾ ദില്ലിയിൽ ആരംഭിക്കുന്നത്. കേന്ദ്രഭരണത്തിന്റെ പിന്തുണയോടെ RSSും BJPയും CPMനെ ലക്ഷ്യം വെച്ചുള്ള വേട്ടയാടലുകളും നടത്തുന്നു. ഈ രാഷ്ട്രീയ വിഷയങ്ങൾ പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും പരിശോധിക്കും. കേരളം, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനാൽ പ്രചാരണ തന്ത്രങ്ങളും പ്രാഥമികമായി ചർച്ചയാകുന്നുണ്ട്. JNU യൂണിവേഴ്സിറ്റിയിൽ ഇടത് വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ച് കേന്ദ്ര സർക്കാർ നടത്തുന്ന അക്രമങ്ങൾ, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ ദളിത് വിദ്യാർത്ഥി രോഹിത് വിമലയുടെ ആത്മഹത്യ തുടങ്ങിയവയ്ക്കെതിരെ പോളിറ്റ് ബ്യൂറോയും നാളെയും മറ്റന്നാളും നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളും പ്രതിഷേധം വ്യക്തമാക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. കണ്ണൂരിൽ RSS പ്രവർത്തകൻ വെട്ടേറ്റ് മരിച്ചു. ആരോളി ആസാദ് കോളനിയിലെ സുജിത്താണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ രാഷ്ട്രീയ ബന്ധമില്ലെന്ന് പോലീസ് അറിയിച്ചു. മന്ത്രി KC ജോസഫിനെതിരായ കോടതി അലക്ഷ്യ കേസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് അലക്സാണ്ടർ ജോസഫിനെതിരായി മന്ത്രി നടത്തിയ ചായം ബക്കറ്റിൽ വീണ കുറുക്കന്റെ ഓരിയിടൽ എന്ന പരാമർശം കോടതി അലക്ഷ്യമാണെന്ന് ഹൈക്കോടതി കണ്ടെത്തി. തുടർന്ന് കുറ്റപത്രം നൽകുന്നതിന് മന്ത്രിയോട് നേരിട്ട് ഹാജരാകാൻ ജസ്റ്റിസുമാരായ തോട്ടത്തിൽ B രാധാകൃഷ്ണൻ, സുനിൽ തോമസ് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിടുകയായിരുന്നു. എന്നാൽ നിയമസഭ നടക്കുന്നത് ചൂണ്ടിക്കാട്ടി മന്ത്രി ജോസഫ് കോടതിയോട് കൂടുതൽ സാവകാശം തേടാനാണ് സാധ്യത. ജനലക്ഷങ്ങൾ അണിനിരന്ന മഹാറാലിയുടെ CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നയിച്ച നവകേരള മാർച്ചിന് തിരുവനന്തപുരത്ത് ഉജ്ജ്വല സമാപനം. സമാപന സമ്മേളനം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്തു. ജാഥാ പ്രയാണത്തിനിടെ സംസ്ഥാനത്തുടനീളം കണ്ട ജനമുന്നേറ്റം തന്നെയാണ് ശംഖുമുഖത്തും ദൃശ്യമായത്. സമ്മേളനം ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ ശംഖുമുഖം ജനനിബിഡമായിരുന്നു. ചെമ്പതാകകൾ പാറിപ്പറക്കവേ ആകാശ അതിരുകളെ ഭേദിക്കുന്ന മുദ്രാവാക്യങ്ങളുടെ അകമ്പടിയോടെ ജാഥാനായകൻ പിണറായി വിജയൻ കടന്നുവന്നു. ഒപ്പം ജാഥയിലെ മറ്റ് സ്ഥിരാംഗങ്ങളും. ശംഖുമുഖത്ത് തിങ്ങിക്കൂടിയ പുരുഷാരം അങ്ങേയറ്റത്തെ ഹൃദയവായ്പോടെ ജാഥാനായകനെ വരവേറ്റു. തുടർന്ന് ചുവപ്പ് സേനാംഗങ്ങളുടെ ഗാർഡ് ഓഫ് ഓണർ. മലയാളത്തിൻ്റെ മഹാകവി ONVക്ക് ആദരാഞ്ജലി അർപ്പിച്ചാണ് നവകേരള മാർച്ചിൻ്റെ സമാപന സമ്മേളനം ആരംഭിച്ചത്. സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷനായി. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ S രാമേന്ദ്രപിള്ള, MA ബേബി, പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ, ജാഥയിലെ സ്ഥിരാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു.
3 ലക്ഷത്തിലധികം ബഹുജനങ്ങൾ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തതായാണ് കണക്ക്. തിരുവനന്തപുരം ജില്ല മാത്രം കേന്ദ്രീകരിച്ചായിരുന്നു സമാപനത്തിന്റെ ഭാഗമായ ബഹുജന സംഗമം സംഘടിപ്പിച്ചത്. ജാഥാപ്രയാണത്തിനിടെ സംസ്ഥാനത്തുടനീളം കണ്ട ബഹുജന മുന്നേറ്റം തന്നെയായിരുന്നു ശംഖുമുഖത്തും ദൃശ്യമായത്. ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും കണ്ടതുപോലെ സമാപന വേദിയിലേക്കും ജനസഞ്ചയം ഒഴുകിയെത്തി. നേതാക്കളുടെ ഓരോ വാക്കുകളും ഹർഷാരവത്തോടെ പുരുഷാരം വരവേറ്റു. CPIM-ന്റെ ബഹുജനാടിത്തറ വിളിച്ചോതുന്നതായിരുന്നു അറബിക്കടലിന്റെ ഓരത്ത് രൂപം കൊണ്ട മനുഷ്യ മഹാസമുദ്രം. ശംഖുമുഖത്തു നിന്നും സാലി മുഹമ്മദ്. BJPക്ക് ബദലല്ല കോൺഗ്രസ് എന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. പരസ്പരം സഹായിക്കുകയാണ് ഇരു പാർട്ടികളുടെയും നയം. വിയോജിക്കുന്നവരെ മോദി സർക്കാർ കായികമായി നേരിടുകയാണെന്നും ആക്രമണങ്ങളെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് CPIM-ന് അറിയാമെന്നും യെച്ചൂരി പറഞ്ഞു. ജവഹർലാൽ നെഹ്റു സർവകലാശാലയെ ദേശവിരുദ്ധമായി മുദ്രകുത്താനാണ് RSS ശ്രമമെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. വിയോജിക്കുന്നവരെ കായികമായി നേരിടുകയാണ് മോദി സർക്കാർ. ഇതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ദില്ലിയിലെ AKG ഭവന് നേരെയുള്ള ആക്രമണം. is now resulting in the mounting of attacks against our own party headquarters in Delhi yesterday, and the continuation of that, which we see in attacking the educational campuses like the Jawaharlal Nehru University. And the third aspect is the authoritarian manner in which this government, this Modi government is functioning. Center-state relations, the question of intolerance, the question of not accepting any dissenting opinion in the country. BJPക്ക് ബദലാകാൻ കോൺഗ്രസിന് കഴിയില്ല. പരസ്പരം സഹായിക്കുന്ന നിലപാടാണ് ഇരു പാർട്ടികൾക്കുമെന്ന് യെച്ചൂരി നിലപാട് വ്യക്തമാക്കി. So Congress can never be the alternative to the BJP. Congress facilitates the BJP. BJP again may facilitate the Congress there in the center, but the people of India and people of Kerala want to break out from this syndrome of a football game, that from one goal post the ball is shot into the other goal post. Congress or the BJP, now the time has come to say no to both of them and to build and strengthen the left democratic forces and the left democratic alternative in our country. രാജ്യം ഗുരുതര വെല്ലുവിളി നേരിടുന്ന സാഹചര്യത്തിൽ ശരിയായ പാത കാണിക്കാൻ കേരളത്തിന് കഴിയണമെന്നും യെച്ചൂരി ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഉമ്മൻചാണ്ടി ഭരണത്തിൽ സമസ്ത മേഖലകളും തകർന്നതായി പിണറായി വിജയൻ. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി തുടരുന്നത് കേരളത്തിന് അപമാനകരം. അഴിമതി ഭരണത്തിൽ സുധീരന്റെ ആദർശ ധീരത എവിടെ പോയെന്നും പിണറായി ചോദിച്ചു. ഒരു കൂടിയാലോചന നടക്കുന്നുണ്ട്. ആ കൂടിയാലോചനയാണ് എങ്ങനെയെങ്കിലും അക്കൗണ്ട് തുടങ്ങണം എന്നതിനുള്ള ആലോചന. ആ അക്കൗണ്ട് തുടങ്ങാനുള്ള ആലോചനയുടെ ഭാഗമായാണ് വടകര ബേപ്പൂർ മോഡൽ ഈ കേരളത്തിലുണ്ടായിരുന്നത്. RSSന് അക്കൗണ്ട് തുടങ്ങണം. അപ്പോൾ അക്കൗണ്ട് തുടങ്ങാൻ സഹായിച്ചു കൊടുക്കുക, സഹായിച്ചവരെ തിരിച്ച് സഹായിക്കുക, ഇതായിരുന്നു ആ കാലത്തുണ്ടായത്. പക്ഷേ അപ്പോൾ ഒരു കാര്യം സംഭവിച്ചു. കേരളത്തിൻ്റെ മതനിരപേക്ഷ മനസ്സ് വളരെ പ്രക്ഷുബ്ധമായി. ഈ അവിശുദ്ധ കൂട്ടുകെട്ടുകാർക്ക് കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇപ്പോൾ വീണ്ടും അതേ ആലോചനയാണ് നടന്നത്. രണ്ടു കൂട്ടർക്കും ഇത് ആവശ്യമുണ്ട്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിട്ടും മാറ്റി നിർത്താൻ ആദർശധീരനായ KPCC അധ്യക്ഷൻ തയ്യാറാകാത്തത് കോൺഗ്രസിന്റെ ജീർണതയാണ് വെളിവാക്കുന്നത്. ഇത്രമാത്രം ജീർണത ബാധിച്ചൊരു മനുഷ്യൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നാടിന് അവമാനമല്ലേ? ഇവിടെ KPCCക്ക് നല്ല ആദർശ ധീരൻ തന്നെ പ്രസിഡൻ്റായിട്ട് ഇരിക്കുന്നു. വല്ലതും ആലോചിക്കാൻ കഴിഞ്ഞോ? അവിടെ ഒരു മഹതി സോണിയാഗാന്ധി പ്രസിഡൻ്റായിട്ടിരിക്കുന്നു കേന്ദ്രത്തിൽ. അവർക്ക് ഇടപെടാൻ കഴിഞ്ഞോ? LDF മന്ത്രിസഭ രൂപീകരിച്ചാൽ KM മാണിമാരും ബാബുമാരും ഉണ്ടാവില്ല. സർക്കാർ ഓഫീസുകളിൽ നിലനിൽക്കുന്ന കൊടിയ അഴിമതി ഇല്ലാതാക്കാൻ ഭരണപരിഷ്കരണ നടപടികൾ അനിവാര്യമാണെന്നും പിണറായി ചൂണ്ടിക്കാട്ടി. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനമാവണം നടപ്പാക്കേണ്ടത്. വ്യാവസായിക മേഖലയിൽ കാലാനുസൃതമായ സാങ്കേതിക മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയണം. വെള്ളാപ്പള്ളിയുടെ പാർട്ടിക്ക് രക്ഷയില്ല എന്നതുകൊണ്ടാണ് മകനെ അധ്യക്ഷസ്ഥാനത്ത് നിന്ന് നീക്കാൻ തീരുമാനിച്ചതെന്നും പിണറായി ചൂണ്ടിക്കാട്ടി. ജാഥയിലെ ഒരു മാസത്തെ അനുഭവം പങ്കുവച്ചുകൊണ്ടാണ് പിണറായി വിജയൻ പ്രസംഗം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരളത്തിനെതിരെ BJP ദേശീയ ഘടകം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. കേരളത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിക്കാൻ പ്രത്യേക ഒബ്സർവേയറെ നിയമിക്കണം എന്നാവശ്യപ്പെട്ടു. കേന്ദ്രമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരാതി നൽകിയത്. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേർന്നുണ്ട്. സർലിംഗ്, പരാതിയുടെ ഒരു പശ്ചാത്തലം, അതിൽ പറയുന്ന കാര്യങ്ങളും.
സൗമ്യ, ഇന്നലെയാണ് കേന്ദ്ര മന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വിയുടെ നേതൃത്വത്തിലുള്ള BJPയുടെ സംഘം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടത്. കേന്ദ്ര മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നസീം സീദിയെ ഒരു പരാതി അവർ കൈമാറുകയും ചെയ്തു. ഈ പരാതിയിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് കേരളത്തിലെയും പശ്ചിമ ബംഗാളിലെയും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ്. ഈ തെരഞ്ഞെടുപ്പുകൾ നടത്താൻ ഇരു സംസ്ഥാനങ്ങളിലും കേന്ദ്ര സേനയെ വിന്യസിക്കണം എന്നതാണ് ആവശ്യം. കേരളത്തിന്റെ കാര്യത്തിൽ ഒരു പരാതിയായി BJP വ്യക്തമാക്കുന്നത് കേരളത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നതിൽ വ്യാപക ക്രമക്കേടുണ്ട്. ഇക്കാര്യം പലതവണ സംസ്ഥാന കാണിച്ചിട്ട് പോലും മാറ്റം വരുത്താൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക ഒബ്സർവറെ സംസ്ഥാനത്ത് അയച്ച് ഈ വോട്ടേഴ്സ് ലിസ്റ്റുകൾ പരിശോധിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. കൂടാതെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വ്യാപകമായ രീതിയിലുള്ള ക്രമക്കേടുകളും അക്രമങ്ങളും സംസ്ഥാനത്ത് നടക്കാറുണ്ടെന്നും കുറ്റപ്പെടുത്തുന്നു. എന്തായാലും കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിൽ നൽകിയ പരാതി പരിശോധിച്ചു വരികയാണെന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉന്നത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാകട്ടെ ഈ സംസ്ഥാനങ്ങളൊക്കെ പര്യടനമൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ തീയതി നിശ്ചയിക്കുന്ന ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ്. സന്തോഷ് സർലിംഗാണ് വിവരങ്ങൾ നൽകിയത്. ദില്ലി സർവകലാശാല മുൻ പ്രൊഫസർ SR ഗിലാനിയെ ദില്ലി പോലീസ് കസ്റ്റഡിയിലെടുത്തു. അഫ്സൽ ഗുരു അനുസ്മരണം സംഘടിപ്പിച്ചതിന്റെ പേരിലാണ് ഗിലാനിയെ കസ്റ്റഡിയിലെടുത്തത്. സംസ്ഥാനത്ത് വ്യാപാരികൾ കടകളടച്ച് സമരം നടത്തുന്നു. സംസ്ഥാന സർക്കാർ വ്യാപാരി ദ്രോഹ നടപടികൾ നടപ്പാക്കുന്നുവെന്ന് ആരോപിച്ചാണ് സമരം. കച്ചവടക്കാർക്ക് ജോലി സ്ഥിരത ഉറപ്പാക്കുന്നതിനായി വാടക കുടിയാൻ നിയമം നടപ്പാക്കുക, ചെറിയ കുറ്റങ്ങൾക്ക് പോലും വലിയ പിഴ ചുമത്തുന്ന നികുതി ഉദ്യോഗസ്ഥരുടെ നടപടി അവസാനിപ്പിക്കുക, മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ക്ഷേമനിധി കുടിശ്ശിക നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി കടകളടച്ച് സമരം നടത്തുന്നത്. വ്യാപാരി വ്യവസായ സമിതിയും കടയെടുപ്പ് സമരത്തിന്റെ ഭാഗമാകുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് ബിന്നി ഇമ്മട്ടി അറിയിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച P. ജയരാജനെ ഇന്ന് വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഇന്നലെ ECGയിൽ വ്യതിയാനം കണ്ടെത്തിയിരുന്നു. മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർമാരാണ് ജയരാജനെ പരിശോധിക്കുന്നത്. ഉച്ചയോടെ ഹൃദയ സംബന്ധമായ ചികിത്സകൾക്കായി ജയരാജനെ മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലേക്ക് മാറ്റും. ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായി. കണ്ണകി ചരിതം പാടി കാപ്പുകെട്ടി ദേവിയെ കൂടിയിരുത്തിയതോടെയാണ് ഉത്സവത്തിന് കൊടിയേറിയത്. ഈ മാസം 23-ാം തീയതിയാണ് ലോകപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല. വിശ്വമോഹിനി ജഗദംബികേ ദേവി തപ്തമാമിൻ മനസ്സിൽ നിൻ രൂപം. ആറ്റുകാൽ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ പൊങ്കാല മഹോത്സവത്തിനാണ് കണ്ണകി ചരിതം പാടി കാപ്പുകെട്ടി ദേവിയെ കുടിയിരുത്തിയതോടെ തുടക്കമായത്. കൊടുങ്ങല്ലൂർ ദേവിയെ ആവാഹിച്ചുകൊണ്ടുവന്ന് ഈ 10 ദിവസവും കുടിയിരുത്തുന്നതായാണ് സങ്കല്പം. കൊടുങ്ങല്ലൂർ അമ്മയുടെ എഴുന്നള്ളത്ത് മുതൽ പാണ്ഡ്യരാജാവിന്റെ വധം വരെയുള്ള ഭാഗങ്ങളാണ് പൊങ്കാലയ്ക്ക് മുൻപുള്ള 9 ദിവസങ്ങളിലായി പാടിത്തീർക്കുന്നത്. കാർത്തിക നക്ഷത്രത്തിൽ ആരംഭിച്ച് 10 ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന ഉത്സവ ചടങ്ങുകളിൽ ഏറ്റവും പ്രധാനം കുംഭമാസത്തിലെ പൂരം നാളും പൗർണമിയും ഒത്തുചേർന്ന് വരുന്ന ദിവസത്തിൽ നടക്കുന്ന പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയാണ്. ഈ മാസം 23-ന് രാവിലെ 10 മണിക്ക് ക്ഷേത്രത്തിന് മുന്നിലെ പണ്ടാരടുപ്പിൽ തീകത്തുന്നതോടെയാണ് പൊങ്കാലയ്ക്ക് തുടക്കമാകുക. ഉച്ചയ്ക്ക് 1:30-നാണ് പൊങ്കാല നിവേദ്യം. ശേഷം പ്രധാന നേർച്ചകളായ കുത്തിയോട്ടവും താലപ്പൊലിയും നടക്കും. അന്ന് രാത്രി ദേവിയുടെ പുറത്തെഴുന്നള്ളത്തും അത് കഴിഞ്ഞ് 24-ന് രാത്രി നടക്കുന്ന കുരുതി തർപ്പണത്തോടുകൂടിയുമാണ് പൊങ്കാല മഹോത്സവം സമാപിക്കുക. ഉത്സവത്തിനും പൊങ്കാലയോടും അനുബന്ധിച്ച് ക്ഷേത്രത്തിലും പരിസരത്തും സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇടപ്പള്ളി മണ്ണൂത്തി ചുങ്കപ്പാതയിൽ സബ്വേകൾ നിർമ്മിക്കണമെന്ന മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിന് പുല്ലുവില. 3 വർഷത്തിനിടെ 133 കാൽനട യാത്രക്കാരാണ് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ വാഹനാപകടങ്ങളിൽ മരിച്ചത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന മണ്ണൂത്തി വടക്കുംചേരി പാതയിൽ സബ്വേ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ സമരം ആരംഭിച്ചു. അശാസ്ത്രീയമായ നിർമ്മാണമാണ് മണ്ണൂത്തി ഇടപ്പള്ളി 4 പാതയിലെ അപകടങ്ങൾക്ക് കാരണമെന്നാണ് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. നിർമ്മാണം പുരോഗമിക്കുന്ന മണ്ണൂത്തി വടക്കഞ്ചേരി 6 പാതയിലെങ്കിലും അടിപ്പാതകൾ നിർമ്മിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ദേശീയപാതയിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ വാഹനമിടിച്ച് മരിച്ചവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് മുല്ലക്കരയിൽ ഒത്തുചേർന്നത്. മണ്ണൂത്തി ഇടപ്പള്ളി 4 പാതയുടെ നിർമ്മാണഘട്ടത്തിൽ തന്നെ കാൽനടയാത്രക്കാർക്കായി അടിപ്പാറ നിർമ്മിക്കണമെന്ന് ആവശ്യമുയർന്നിരുന്നു. ചെലവ് കൂടുമെന്ന് ചൂണ്ടിക്കാട്ടി ദേശീയപാത വികസന അതോറിറ്റി ഇത് അംഗീകരിച്ചില്ല. ദേശീയപാതയിൽ 3 വർഷത്തിനിടെ 133 കാൽനടയാത്രക്കാർ വാഹനമിടിച്ച് മരിച്ചതോടെ മനുഷ്യാവകാശ കമ്മീഷൻ സബ്വേ നിർമ്മിക്കാൻ ഉത്തരവിട്ടു. റോഡപകട അന്വേഷണ കമ്മീഷനും ഇത് ശരിവെച്ചു. നിർമ്മാണം നടക്കുന്ന 6 പാതയിൽ അടിപ്പാറ നിർമ്മിക്കാൻ തീരുമാനമെടുക്കുന്നതുവരെ സമരം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
കൊച്ചി വേദിയാകുന്ന 2017 അണ്ടർ-17 ലോകകപ്പ് മത്സരങ്ങൾക്ക് മുന്നോടിയായി ഫിഫയുടെ സാങ്കേതിക വിദഗ്ധരടങ്ങുന്ന സംഘം ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം സന്ദർശിച്ചു. സ്റ്റേഡിയത്തിലെ അടിസ്ഥാന സൗകര്യങ്ങളിൽ സംഘം തൃപ്തി രേഖപ്പെടുത്തി. ടൂർണമെന്റിന് സ്റ്റേഡിയം സജ്ജമാക്കുന്നതിനായി 25 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് നോഡൽ ഓഫീസർ മുഹമ്മദ് ഹനീഷ് അറിയിച്ചു. ഫിഫ പ്രോജക്ട് മാനേജർ ജെയ്മി യാർസ, ടൂർണമെന്റ് ഡയറക്ടർ സാവിയർ സിപ്പി എന്നിവരുടെ നേതൃത്വത്തിലുള്ള 18-അംഗ ഫിഫ സംഘമാണ് കൊച്ചിയിലെത്തിയത്. ഇത് 3-ാം തവണയാണ് ഫിഫ പ്രതിനിധികൾ സ്റ്റേഡിയം സന്ദർശിക്കുന്നതെങ്കിലും ആദ്യമായാണ് ഫിഫയുടെ സാങ്കേതിക വിദഗ്ധരുടെ സമ്പൂർണ്ണ സംഘം കൊച്ചിയിലെത്തി സന്ദർശനം നടത്തുന്നത്. കല്ലൂർ സ്റ്റേഡിയത്തിലെ പുൽത്തകിടി, ഗാലറി, VIP പവലിയൻ, കളിക്കാരുടെ ഡ്രസ്സിംഗ് റൂം, താമസ സൗകര്യം, പരിശീലനത്തിനുള്ള സൗകര്യങ്ങൾ, മാലിന്യ നിർമ്മാർജ്ജന സംവിധാനം മുതലായവ സംഘം വിലയിരുത്തി. പ്രാഥമിക പരിശോധനയിൽ തൃപ്തി രേഖപ്പെടുത്തിയ സംഘം പുൽത്തകിടി ഉയർത്തി അന്താരാഷ്ട്ര നിലവാരത്തിലാക്കുക, കളിക്കാരുടെ ഇരിപ്പിടങ്ങൾ പുനഃക്രമീകരിക്കുക മുതലായ നിർദ്ദേശങ്ങൾ സംഘാടകരായ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ നൽകി. ഫിഫ പ്രൊജക്ട് മാനേജർ ജെയ്മി യാർസ. the VIP areas and all the functional areas in the stadium, as well the access and the possibility of parking spaces around the stadium. കേന്ദ്ര സർക്കാർ വിഹിതമായ 12.44 കോടി രൂപയടക്കം 25 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ സ്റ്റേഡിയത്തിൽ നടത്തുമെന്നും പരിശീലനത്തിനായി സൗകര്യമൊരുക്കുന്ന പോർട്ടസ്റ്റ് ഗ്രൗണ്ട്, മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട്, സ്പോർട്സ് അക്കാദമി, കുഫോസ് ഗ്രൗണ്ട് എന്നിവിടങ്ങളിലെ സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുമെന്നും നോഡൽ ഓഫീസർ മുഹമ്മദ് ഹനീഷ് പറഞ്ഞു. സ്റ്റേഡിയം നവീകരണത്തിനുള്ള കൺസൾട്ടൻസി നിയമനം 2 ദിവസത്തിനകം നടക്കും. ഗാലറിയിലെ നിലവിലെ കസേരകൾക്ക് പകരം 55,000 ബക്കറ്റ് സീറ്റുകൾ സ്ഥാപിക്കും. മാലിന്യ സംസ്കരണ പ്ലാൻ നവീകരിച്ച് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അംഗീകാരത്തിന് സമർപ്പിക്കും. മാർച്ചിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് സെപ്റ്റംബറിൽ പൂർത്തിയാക്കും. ഈ വർഷത്തെ ISL മത്സരങ്ങൾക്ക് ശേഷം സ്റ്റേഡിയം ഫിഫയ്ക്ക് കൈമാറും. 2017 സെപ്റ്റംബറിലാണ് അണ്ടർ-17 ലോകകപ്പ് മത്സരങ്ങൾ ആരംഭിക്കുന്നത്. കൊച്ചിയടക്കം 6 വേദികളിലാണ് മത്സരങ്ങൾ നടക്കുക. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ചാമ്പ്യൻസ് ലീഗിൽ ഇനി തീപ്പൊരി പോരാട്ടങ്ങൾ. ലീഗിന്റെ നോക്കൌട്ട് റൗണ്ടിനായി ഇന്ന് തുടക്കമാകും. ഇന്ന് നടക്കുന്ന മത്സരങ്ങളിൽ ചെൽസി പാരീസ് സെന്റ് ജർമ്മനെ നേരിടും. PSG-യുടെ ഹോം ഗ്രൗണ്ടായ പാരീസിലാണ് മത്സരം. മറ്റൊരു മത്സരത്തിൽ പോർച്ചുഗീസ് ക്ലബ്ബായ ബെനഫിക്ക റഷ്യൻ ടീമായ സെന്റ് പീറ്റേഴ്സ്ബർഗിനെ നേരിടും. പ്രീമിയർ ലീഗിൽ അടിതെറ്റി നിൽക്കുന്ന ചെൽസിക്ക് ഇന്നത്തെ മത്സരം നിർണായകമാണ്. പ്രീമിയർ ലീഗിൽ 12-ാം സ്ഥാനത്തുള്ള ചെൽസിക്ക് ഇനി ആകെയുള്ള പ്രതീക്ഷ ചാമ്പ്യൻസ് ലീഗാണ്. അതേസമയം ഫ്രഞ്ച് ലീഗിൽ മിന്നുന്ന കുതിപ്പ് നടത്തുന്ന PSG തകർപ്പൻ ഫോമിലാണ്. ഇന്ത്യൻ സമയം രാത്രി 1:15-നാണ് 2 മത്സരങ്ങളും.